ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞതൊക്കെ വെറും അബദ്ധങ്ങളാണെന്നുള്ള കാര്യം ജഗദീപ് സുസ്മിതയോട് പറയുന്നു. അത് മാത്രമല്ല, ഇനി ഒരു ഇലക്ഷനെ നീ നേരിടാനാണ് പോകുന്നതെങ്കിൽ നീ ശിവകാശി പടക്കം പോലെ 8 നിലയ്ക്ക് പൊട്ടും. അതിനുശേഷം നീ പിന്നെ വെറും ഒരു ജനമായി മാറും. അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ ഈ ചിറ്റമ്മ പറയുന്നത് കേട്ട് തുള്ളിച്ചാടാൻ നിൽക്കാതെ ആ ശാലിനി IAS എന്ന് പറഞ്ഞാലേ അത് ഏതൊക്കെ അവസ്ഥയിൽ വന്നാലും ആ IAS എന്നുള്ള പദവി അത് ഒരിക്കലും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ തെറ്റുകളും പുറത്ത് സർവ്വ അപരാധങ്ങളും ഒക്കെ ക്ഷമിക്കാനായി ആ ശാലിനി IASന്റെ കാലിൽ ചെന്ന് വീണു. അതാണ് നല്ലത്. ഇനി തിരിച്ച് നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ തിരിച്ചടിയായി എന്തെങ്കിലും നിനക്ക് കിട്ടിക്കഴിയുമ്പോ അവസാനം എന്താ ഈ 6 അടി പൊക്കമുള്ള നിന്റെ ഈ ചിറ്റപ്പം പോലും അവസാനം സല്യൂട്ട് ചെയ്ത് അങ്ങനെ നിൽക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ ഉടനെ ചന്ദ്രബോസ് എടാ എന്ന് വിളിച്ചുകൊണ്ട് ജഗദീപിന് നേരെ ചൂടായി എടുക്കുന്ന കണ്ടതോടെ സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ ഇനി വന്നേ എന്ന് പറഞ്ഞ് ജഗദീപിന്റെ അരികിൽ നിന്ന് ചിറ്റപ്പനെയും വിളിച്ചുകൊണ്ട് സുസ്മിത മാറിപ്പോകുന്നു. അതിനുശേഷം ജഗദീപിനെ നോക്കി സുസ്മിത ചന്ദ്രബോസിനോട് പറഞ്ഞു, അതെ, ഈ ഒറ്റ ഒരെണ്ണത്തിനെ മാത്രം എന്റെ തലയിലേക്ക് വെച്ച് കെട്ടി തന്നതിന്റെ ഒറ്റ കാരണം മതിയല്ലോ ആ ശാലിനിയെ പട്ടിയെ വെടിവെച്ച് കൊല്ലുന്ന പോലെ എനിക്ക് അവളെ വെടിവെച്ച് കൊല്ലാൻ എന്ന് സുസ്മിത ജഗദീപിനെ നോക്കി ചന്ദ്രബോസിനോട് അറിയിച്ചു. നീ വാടി മോളെ, അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ജഗദീപിനെ അവിടെ ഇട്ടിട്ട് ചന്ദ്രബോസും സുസ്മിതയും കൂടി വേഗം മേയറുടെ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. അവർ രണ്ടുപേരും പോകുന്നത് കണ്ട് ജഗദീപ് അങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, നേരെയാകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അപ്പൊ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ജഗദീപ് അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ചന്ദ്രബോസും സുസ്മിതയും എങ്ങനെയാണ് ഇനി ശാലിനിയെ നേരിടുക എന്നതിനെ കുറിച്ച് ആലോചിച്ച് അവർ യാത്ര തുടർന്നു. ഈ സമയത്ത് സത്യഭാമയുടെ വീട്ടിൽ ശ്യാമ പപ്പിയെ അന്വേഷിച്ച് വീട് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നു. പപ്പി പപ്പി എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ റൂമിലെല്ലാം വന്നിട്ടും അവിടെ എങ്ങും മോളെ കാണാതായതോടെ അല്ല ഇവളിത് എവിടെ പോയി എന്ന് ആലോചിച്ച് ശ്യാമ മോളെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയത്ത് സിറ്റൗട്ടിൽ രാഘവൻ നായരും പിള്ളേച്ചനും രോഹിത്തും ഒപ്പം അർജുനും ആരുടെയോ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിനിടയിൽ രാഘവൻ നായർ അർജുനോട് ചോദിച്ചു, എടാ മോനെ ഇനി എപ്പോഴാ വരുന്നത്, എത്ര നേരമായി എന്ന് ചോദിച്ചതും ഉടനെ അർജുൻ പറഞ്ഞു, അച്ഛാ ഇപ്പൊ വരും, കളക്ടറുടെ ഓർഡർ അല്ലേ എന്ന് അറിയിക്കുമ്പോഴാണ് മുകളിൽ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുന്ന പപ്പിയെ ശ്യാമ കണ്ടത്. ശ്യാമ അരികിലേക്ക് എത്തി, മോളെ പനിയായ മോള് എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് ശ്യാമ പപ്പിയോട് കാര്യം അന്വേഷിച്ചു. ഉടനെ പപ്പി പറഞ്ഞു, അതെ, ഞാൻ വെല്ലിച്ചനെ കാണാനിരിക്കുകയാണ്, വെല്ലിച്ചൻ വരുമ്പോ ആദ്യം കാണാനാ എന്ന് പറഞ്ഞ് പപ്പി വിവരം ശ്യാമയോട് പറയുമ്പോ പെട്ടെന്ന് ശ്യാമ പപ്പിയുടെയും വിഷ്ണുവിന്റെയും ആ സ്നേഹത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും ഓർത്ത് ശ്യാമ ആകെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് അർജുനോട് രാഘവൻ നായർ ചോദിച്ചത്, അല്ല മോനെ ഇനി നമ്മൾ അങ്ങോട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചതും അർജുൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, കളക്ടറുടെ പ്രത്യേക ഉത്തരവാണുള്ളത്, ഇവിടെ കൊണ്ടുവന്ന് പോലീസ് ജീപ്പിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടണമെന്നുള്ളത് എന്ന് പറഞ്ഞതും പോലീസ് ജീപ്പ് വീട്ടുവളപ്പിലേക്ക് വരുന്നത് കണ്ട് രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ വിഷ്ണു വരുന്നെന്ന് തോന്നുന്നു. ഉടനെ തന്നെ രോഹിത്തും ഒപ്പം അർജുനും ചാടി എഴുന്നേറ്റു. വിഷ്ണുവിനെ സ്വീകരിക്കാനായി അവർ റെഡിയായി നിൽക്കുമ്പോ മട്ടുപ്പാവിലിരുന്ന പപ്പി ആ പോലീസ് ജീപ്പ് വരുന്നത് കണ്ടതോടെ വെല്ലിച്ചനെത്തി എന്ന് പറഞ്ഞ് വേഗം താഴേക്ക് ചാടി വേഗം തന്നെ വിഷ്ണുവിനെ സ്വീകരിക്കാനായി ആ സ്റ്റെയർ ഇറങ്ങി ഓടിയെത്തുകയാണ്. വെളിച്ചം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി വരുന്ന സമയത്ത് വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങി. വിഷ്ണുവിനെ കണ്ടതും രാഘവൻ നായരും പിള്ളച്ചനും അർജുനും രോഹിത്തും ഒക്കെ വലിയ സന്തോഷത്തോടെ വിഷ്ണുവിനെ സ്വീകരിക്കാനായി നിൽക്കുമ്പോ പെട്ടെന്ന് താഴേക്ക് ഓടിയെത്തിയ പപ്പി വെല്ലിച്ച എന്ന് വിളിച്ചുകൊണ്ട് ഉടനെ തന്നെ മുറ്റത്തേക്ക് ഓടിച്ചെല്ലുന്നു. വിഷ്ണു അവിടെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തി വെല്ലിച്ച എന്ന് വിളിച്ചതും വിഷ്ണു വേഗം മോളെ കയ്യിലേക്ക് വാരിയെടുത്തു. കുഞ്ഞ് വിഷ്ണുവിന്റെ കവളത്തൊരു ഉമ്മ കൊടുത്തതും വിഷ്ണു തിരിച്ച് കുഞ്ഞിന് ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ അവർ രണ്ടുപേരും വെല്ലിച്ചന്റെ പപ്പിമോക്ക് പേടിയായോ എന്ന് ചോദിച്ചു. മോള് വിഷമിച്ചോ എന്ന് ചോദിച്ചതും എനിക്ക് പേടിയായി എന്ന് കുഞ്ഞ് മറുപടി നൽകുന്നത് കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് മോളെ കൊഞ്ചിച്ചങ്ങനെ നിന്നു. ഈ സമയത്ത് സത്യാമ്മ വാതിക്കലേക്ക് എത്തിയതും വിഷ്ണുവിനെ കണ്ട സന്തോഷത്തോടെ മോനെ വിഷ്ണു ഇങ്ങി വാ എന്ന് അകത്തേക്ക് വിഷ്ണുവിനെ ക്ഷണിച്ചു. വിഷ്ണു പറഞ്ഞു, നമുക്ക് കയറി പോകാം എന്ന് പറഞ്ഞ് മോളെ എടുത്തുകൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറി വന്നു. ഉടനെ തന്നെ ശ്യാമയും താഴേക്ക് എത്തി. വിഷ്ണു അകത്തേക്ക് വന്നതും സത്യാമ്മ അരികിലേക്ക് എത്തി, മോനെ നിന്നെ അവർ പിന്നെയും ഉപദ്രവിച്ചോടാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഇല്ലമ്മേ, പിന്നെ ഒന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും കൂടെ വന്ന അന്ന് പോലീസ് സ്റ്റേഷനിൽ പാറാവ് നിന്നിരുന്ന ആള് പറഞ്ഞു, സത്യാമ്മേ,
ചന്ദ്രബോസ് സാറിന് വിഷ്ണു ആശാനെ ഒന്ന് തല്ലണമെന്നത് വല്ലാത്ത വാശിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞതും എന്തായാലും വിഷ്ണു ആശാന്റെ ദേഹത്ത് ആണായിട്ട് ജനിച്ച മറ്റൊരാൾക്കും ഒരു പൂഴിമണ്ണ് പോലും വാരിയിടാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. തോക്കും മോനയ്ക്ക് മുന്നിൽ നിർത്തി മാത്രമല്ലേ വിഷ്ണുവാസനെ എന്തും ചെയ്യാൻ പറ്റൂ എന്ന്. തോക്കുകളുടെ അകമ്പടിയോ സഹായമില്ലാതെ വിഷ്ണുവാസനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ലല്ലോ എന്ന് അയാൾ പറഞ്ഞത് കേട്ട് സത്യമ്മ പറഞ്ഞു, എന്നിട്ടും ഈ സത്യഭാമയുടെ മോന് ഒരു ദിവസം മുഴുവൻ ആ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ എന്ന് സത്യമ്മ ചോദിക്കുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം, ഇവരെന്ത് ചെയ്തിട്ടാ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സത്യാമ്മേ ഞങ്ങളോടൊന്നും തോന്നരുത്, ഞങ്ങളുടെ ജോലിയായി പോയില്ലേ എന്ന് പറഞ്ഞതും വിഷ്ണുവിനെ നോക്കി, ആശാനെ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് അയാൾ യാത്ര ചോദിച്ചു. ശരിയെന്ന് വിഷ്ണു സമ്മതിച്ചതും പോലീസ് ജീപ്പ് അവിടെ നിന്ന് പോകുന്നത് വരെ അവർ നോക്കി നിന്നു. അതിനുശേഷം വിഷ്ണു അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അർജുൻ പറഞ്ഞു, വിഷ്ണു ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചതാണ് എന്ന് വിഷ്ണുവിനോട് അർജുൻ അറിയിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, അറിയാം, എനിക്കറിയാം. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, അല്ല അപ്പോ വിഷ്ണുവിന്റെ പേരിലുള്ള കേസും മറ്റു കാര്യങ്ങളോ, നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായ റെയ്ഡോ, അതിന്റെ കാര്യം എന്തായി അർജുൻ എന്ന് അന്വേഷിച്ചതും അർജുൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ കളക്ടർ വിശദമായി ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ തയ്യാറായിട്ടുണ്ട് എന്നറിയിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ ചോദിച്ചു, അല്ല ഈ പുതിയ കളക്ടർക്ക് എന്താ നമ്മളോട് ഇത്ര വളരെ അടുപ്പവും നമ്മളോട് വലിയ കാര്യവുമായിട്ട് പെരുമാറുന്നത്? അതിനുള്ള യാതൊരു വകുപ്പും കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല പലിശയ്ക്ക് പണം കൊടുക്കുന്നു എന്ന ഒറ്റ കാരണം മാത്രം മതിയല്ലോ നമ്മളോട് വിയോജിപ്പ് തോന്നുവാൻ എന്ന് പറഞ്ഞതും അർജുൻ പറഞ്ഞു, അച്ഛാ അത് മറ്റൊന്നും കൊണ്ടല്ല, മുൻപ് നിന്നിരുന്ന ആ കളക്ടർ അടിമുടി അഴിമതിക്കാരനായിരുന്നത് കൊണ്ട് അത് ഗവൺമെന്റിന് വലിയൊരു ചീത്തപ്പേരായി മാറിയില്ലേ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പേരിലുള്ള കളങ്കം മാറ്റാൻ വേണ്ടിയാണ് ഈ പുതിയ കളക്ടറെ നിയമിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് വരെ അവർ ഫ്രീസ് ചെയ്തിരുന്നതല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഉടനെ തന്നെ നടപടി ഉണ്ടാകും, അക്കാര്യമെല്ലാം ഉടനെ റെഡിയാകുമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ആ ഫ്രീസിങ് മാറ്റുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ടായ റെയ്ഡിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉടനെ ഒഴിവാകുകയും ചെയ്യും. വിഷ്ണുവിന്റെ പേരിലുള്ള കേസുകളും ഇതോടെ ഒഴിവായി എന്നറിയിച്ചു. അതൊക്കെ കേട്ടതും വളരെ ആശ്വാസത്തിൽ അവരങ്ങനെ നിൽക്കുമ്പോൾ അർജുൻ ഇക്കാര്യങ്ങളൊക്കെ സത്യാമ്മയോട് വിശദമായി അറിയിച്ചു. ഉടനെ രോഹിത് പറഞ്ഞു, വിഷ്ണു ബ്രോ, അപ്പോ വിഷ്ണു ബ്രോയുടെ പേരിൽ കേസുകളൊന്നും തന്നെ ഇല്ല നിലവിലല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അർജുൻ പറഞ്ഞു, ഇല്ല, ഇനിയിപ്പോ കേസുകളൊന്നും തന്നെ നിലവിലില്ല എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ രോഹിത് പറഞ്ഞു, അങ്ങനെയായേ പറ്റില്ലല്ലോ, ഒരു കേസെങ്കിലും വേണം, ഇല്ലെങ്കിൽ അത് സത്യാമ്മയുടെ കുടുംബത്തിന് തന്നെ അല്ലെങ്കിൽ സത്യാമ്മയ്ക്ക് തന്നെ നാണക്കേടാണ് എന്ന് രോഹിത് അറിയിച്ചു. അതുകൊണ്ട് രോഹിത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, വിഷ്ണു ബ്രോ, നമ്മൾക്ക് ആ ചന്ദ്രബോസിലെ അയാളെ കൈകാര്യം ചെയ്യണം. വിഷ്ണു ബ്രോയോട് അങ്ങനെ പെരുമാറിയതിന് അയാൾക്ക് തീർച്ചയായും തിരിച്ചടി കൊടുക്കണം. അത് മാത്രമല്ല അയാള് പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോഴല്ലേ അയാൾ പോലീസ് ആയിട്ടുള്ളൂ, അല്ലാത്ത സമയത്ത് അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം. അയാളുടെ വീട്ടിൽ തന്നെ ചെന്ന് അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അയാൾക്ക് തിരിച്ചടി കൊടുക്കണം വിഷ്ണു ബ്രോ എന്ന് രോഹിത് അറിയിച്ചു. ഇനി മടിക്കേണ്ട വിഷ്ണു ബ്രോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ചോദിച്ചു, അതിന് എനിക്ക് എവിടെയാ ഭാര്യയും മക്കളും? ആ ചോദ്യം കേട്ടതോടെ സത്യഭാമയെ രാഘവൻ നായർ നോക്കുന്നു. സത്യഭാമ തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് മറുപടി ഒന്നും പറയാനാകാതെ എല്ലാവരും അങ്ങനെ നിന്നു. ഉടനെ രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു, രോഹിത്തെ, എന്നെ പോലെയല്ല നീ, നിനക്ക് ഭാര്യയും കുട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ കടമയും ഒരച്ഛന്റെ കടമയും കുടുംബത്തെ നന്നായി നോക്കുക എന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത് കൂടി തന്നെയാണ്. പിന്നെ എനിക്ക് കിട്ടിയ കാര്യം, അതിനുള്ള തിരിച്ചടിയും അതിനുള്ള മറുപടിയും ഞാൻ തന്നെ കൊടുത്തോളാം. അതിനിടയ്ക്ക് ആരും കയറുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, മുമ്പും എനിക്ക് ഇഷ്ടമല്ല എന്ന് രോഹിത്തിനോട് വിഷ്ണു പറയുന്നു. അതെല്ലാം കേട്ടതും രോഹിത് ബ്രോ എന്ന് പറഞ്ഞതും ഒന്നുമില്ലടോ, താൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്ന് രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു. എന്നാ നമുക്ക് പോകാം മോളെ എന്ന് പപ്പിയോട് ചോദിച്ചതും പപ്പിയെ എടുത്ത് വിഷ്ണു തോളിൽ വെച്ചു. അപ്പോഴേക്കും എളിയിലെടുത്ത് മോളെ വെച്ച ഉടനെ തന്നെ വിഷ്ണു മോളോട് പറഞ്ഞു, എന്നാ വെല്ലിച്ചനൊരു ഉമ്മതാ എന്ന് പറഞ്ഞതും പപ്പി വെല്ലിച്ചന്റെ കവളത്തൊരു ഉമ്മ കൊടുത്തു. വിഷ്ണു തിരിച്ച് ഉമ്മ കൊടുത്തതിന് ശേഷം മോളെ എടുത്തുകൊണ്ട് വിഷ്ണു സ്റ്റെയർ കയറി പോകുന്നു. മോളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി മുകളിലേക്ക് കയറി പോകുന്നത് കണ്ട് ഉടനെ രോഹിത് ആകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു, അവനാകെ അങ്ങ് ഒതുങ്ങിപ്പോയല്ലോ എന്നായിരുന്നു സത്യഭാമയുടെ വിഷമം. ഉടനെ രോഹിത് പറഞ്ഞു, ഒതുങ്ങിപ്പോയെന്നോ, എങ്ങനെ എന്ന് രോഹിത് അന്വേഷിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമ പറഞ്ഞത് അവന്റെ ഇപ്പോഴത്തെ ഈ പ്രകൃതത്തെ കുറിച്ചാണ്. അവൻ ഇന്നു മുതലാ ഇങ്ങനെ ഒതുങ്ങിപ്പോയെന്ന് ഭാമയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചു.
പപ്പി ഈ കുടുംബത്തേക്ക് വന്നതിന് ശേഷം പപ്പി ഈ കുടുംബത്ത് വന്നതിന് ശേഷമാണ് അവൻ ഇതുപോലെ ഒരുങ്ങിയത്. അതെ, അല്ലെങ്കിലും അറിയാവല്ലോ അവർക്ക് രണ്ടുപേർക്കുമുള്ള പരസ്പര സ്നേഹം. അവനെ പപ്പിക്ക് അവനെയും ജീവനാണ്. പറിച്ചെറിഞ്ഞാൽ പോലും ആ സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. അത്രത്തോളം അവർക്കിടയിലുള്ള ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ പോലും അറിയാത്ത, നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആത്മബന്ധവും മറ്റ് ഏതോ ഒരു അവർക്കിടയിൽ മറ്റെന്തോ ഒരു സ്നേഹബന്ധമുണ്ട്. അത് ഒരു അദൃശ്യമായ ഒരു ബന്ധം, നമുക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയാത്തൊരു ബന്ധം. അതാണ് അതിന്റെ കാരണമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ശ്യാമ ഞെട്ടുന്നു. യഥാർത്ഥത്തിൽ വിഷ്ണുവും പപ്പിയും അച്ഛനും മോളുമാണെന്നുള്ള സത്യം അറിയാവുന്ന ശ്യാമയ്ക്ക് മാത്രം രാഘവൻ നായരുടെ ആ വാക്ക് കേട്ടതോടെ ഞെട്ടലുണ്ടായി. അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടിൽ പുതിയ കളക്ടറെ സ്വീകരിക്കാനായി എല്ലാവരും കാത്തിരിക്കുന്നത്. കുറുപ്പ് മാഷ് അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ IAS-കാർക്ക് പുതിയ ബംഗ്ലാവ് ഉണ്ടാവില്ലേ? അല്ല, ഇനി ശാലിനി മോള് ആ ബംഗ്ലാവിലായിരിക്കുമോ താമസിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ കുറുപ്പ് മാഷ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ബംഗ്ലാവൊക്കെ ഉണ്ടെന്ന് ശരി തന്നെയാണ്, പക്ഷെ അതൊന്നും വേണ്ട എന്ന് ഗവൺമെന്റിന് എഴുതി കൊടുത്തിട്ടാണ് ശാലിനി മോള് ഇവിടേക്ക് വരുന്നത് എന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു. ഉടനെ ശങ്കരേട്ടൻ ചോദിച്ചു, അല്ല മാഷേ, ഈ കളക്ടർക്കൊക്കെ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടാവില്ലേ, അത് കാണില്ലേ എന്ന് ചോദിച്ചപ്പോ കുറുപ്പ് മാഷ് പറഞ്ഞു, എടോ എല്ലായ്പ്പോഴും ഒന്നും അങ്ങനെ വേണ്ട. കളക്ടർക്ക് തന്നെ അതിന്റെ ആവശ്യമില്ല എന്നൊരു തോന്നൽ ഉണ്ടായാൽ കളക്ടർ തന്നെ അത് പറഞ്ഞാൽ പിന്നെ പോലീസിന്റെ അകമ്പടി ഉണ്ടാവില്ല. പിന്നെ ഈ പോലീസിന്റെ അകമ്പടി നൽകുന്നത് ഗവൺമെന്റിന്റെ ഒരു സന്തോഷമാണ്. ഗവൺമെന്റ് ഈ IAS ഓഫീസേഴ്സിന് യാതൊരു ആപത്തും ഉണ്ടാകരുതെന്നും അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന കാരണം എന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവർക്ക് ഇങ്ങനെ പോലീസിന്റെ അകമ്പടി നൽകുന്നത് എന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു കൊടുത്തു. അതാണ് ഈ സിവിൽ സർവീസിന്റെ പ്രത്യേകത. ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? IAS, IPS, IFS അങ്ങനെ ഒരു നിരയാണ് ഈ സിവിൽ സർവീസ്. അത് കേട്ടതോടെ അവിടെ ഇരുന്ന മറ്റൊരു അയൽവാസി പറഞ്ഞു, എന്റെ കുറുപ്പ് മാഷേ, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കല്ലേ, കളക്ടർ അത്രയും പറഞ്ഞാൽ പോരെ കുറുപ്പ് മാഷേ എന്ന് ചോദിച്ചിട്ടും അയാളോട് കുറുപ്പ് മാഷ് പറഞ്ഞു, അല്ല, തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് അറിയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടുമാണ് തന്റെ മകൾ ഇപ്പോഴും ഇങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ല, തനിക്കൊരു മോനുണ്ടെന്നല്ലോ, ഒരു +2 കാരൻ. അല്ല, അവനിപ്പോ എത്ര വിഷയം എഴുതി എടുക്കാനുള്ളത് എന്ന് ചോദിച്ചതും അയാൾ അങ്ങനെ തലകുനിച്ചിരുന്നു. ഉടനെ കുറുപ്പ് മാഷ് പറഞ്ഞു, അതെ, എന്നാലേ അങ്ങനെയല്ല ശാലിനിയുടെ ജീവിതം അങ്ങനെയായിരുന്നില്ല. അവൾക്ക് എന്നും ഒരു സ്വപ്നമുണ്ടായിരുന്നു. IAS എന്നത് അവളുടെ സ്വപ്നമാണ്. സത്യത്തിൽ ഈ സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല, അത് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു. അത് കേട്ടതോടെ അങ്ങനെ പറഞ്ഞതാരാണെന്ന് അറിയാവോ എന്ന് ശങ്കരേട്ടനോട് ചോദിച്ചതും കുറുപ്പ് മാഷിനോട് ശങ്കരേട്ടൻ പറഞ്ഞു, അയ്യോ മാഷെ, ഞാനല്ല അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടതും കുറുപ്പ് മാഷ് പറഞ്ഞു, ഇതുങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതൊക്കെ ഇവരോട് പറഞ്ഞ് എന്നെ വേണം പറയാൻ എന്ന് പറഞ്ഞു കുറുപ്പ് മാഷ് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോ ഉടനെ ശാന്തേശി എവിടേക്ക് ചായയുമായി എത്തി. ഇതാ മാഷ് ചായ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ചായ ഇങ്ങനെ കുറുപ്പ് മാഷിന്റെ മറ്റുമെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് ശാന്തേശി അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുറുപ്പ് മാഷ് പറഞ്ഞു, ശാന്തേ, ശാരദാമ്മ എവിടെ എന്ന് ചോദിച്ചതും ഇവിടെ ഉണ്ട് കുറുപ്പ് മാഷേ എന്ന് പറഞ്ഞു. ഉടനെ ശാന്തേശി കുറുപ്പ് മാഷിനോട് പറഞ്ഞു, അല്ല, കുറുപ്പ് മാഷിന് ശാലിനി മോള് വരുന്നതില് വലിയ ആവേശമൊക്കെ ഉണ്ടല്ലോ, കുറച്ചു ദിവസമായി ഞാൻ കാണുന്നു, വലിയ അഭിമാനവും അതിന്റെ ഒരു മാറ്റവും ഒക്കെ കുറുപ്പ് മാഷിനുണ്ടല്ലോ എന്ന് പറഞ്ഞതോടെ കുറുപ്പ് മാഷ് പറഞ്ഞു, പിന്നല്ലാതെ, അതെ, ഒരു കളക്ടറുടെ പരിചയക്കാരൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക അന്തസ്സല്ലേ എന്ന് കുറുപ്പ് മാഷ് പറയുമ്പോ ശാന്തേശി പറഞ്ഞു, അയ്യോ, അതിന് കളക്ടറുടെ പരിചയക്കാരനല്ലല്ലോ, കളക്ടറെ പഠിപ്പിച്ച സാറല്ലേ എന്ന് ചോദിച്ചപ്പോ കുറുപ്പ് മാഷ് പറഞ്ഞു, അതിന്റെ ഒരു അന്തസ്സ് വേറെ തന്നെയാണ് എന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ശാന്തേശി പറഞ്ഞു, അതെ, അങ്ങനെ കുറുപ്പ് മാഷിന് വലിയ ആവേശത്തോടെ അഭിമാനത്തോടെ പറയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ എന്ന് ശങ്കരേട്ടൻ പറയുമ്പോ ഉടനെ കുറുപ്പ് മാഷ് പറഞ്ഞു, എടോ, കമ്മീഷണർ, കളക്ടർ, അതുപോലെ തന്നെ മന്ത്രിമാര്, ഇവരെല്ലാവരും ബഹുമാനിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അധ്യാപകരാണ്. അത് എന്ത് കാരണം കൊണ്ടാണെന്നറിയാവോ? അതാണ് അക്ഷരത്തിന്റെ മേന്മ, അക്ഷരത്തിന്റെ വലിപ്പം, അതാണ് അക്ഷരം കൊണ്ടുള്ള നേട്ടം എന്ന് കുറുപ്പ് മാഷ് എല്ലാവരോടും അറിയിച്ചു. അത് കേട്ടതും ഉടനെ ശാന്തേശി അതെല്ലാം കേട്ട് അങ്ങനെ ഇരിക്കുമ്പോ, എടോ, അധ്യാപകർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കേട്ട് കുറുപ്പ് മാഷ് ചോദിച്ചു, അല്ല ശാന്തേ, ശാരദാമ്മയെ കണ്ടില്ലല്ലോ എന്ന് അന്വേഷിച്ചതോടെ കുറുപ്പ് മാഷിനോട് ശാന്തേച്ചി പറഞ്ഞു, എന്റെ മാഷെ,
അറിയാമല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ശാരദാമ്മയുടെ ഇത്രയും വർഷത്തെ 25 വർഷക്കാലമുള്ള ശാരദാമ്മയുടെ സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ എത്ര നന്ദി പറഞ്ഞാലും ദൈവങ്ങളോട് എത്ര പറഞ്ഞാലും ശാരദാമ്മയ്ക്ക് മതിയാവില്ല. അതുകൊണ്ട് ശാരദാമ്മ തന്റെ ആരാധനാമൂർത്തിയായ ദേവിയോട് നന്ദി പറയാനായി പോയിരിക്കുകയാണ് എന്ന് അവിടെ പൂജാമുറിയിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ശാന്തേശി അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ ഭഗവാന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഭഗവാനെ, എത്ര വർഷക്കാലമായിട്ടുള്ള എന്റെ സ്വപ്നമാണ് ഇന്ന് ഭഗവാൻ എനിക്ക് സഫലമാക്കി തന്നത്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എനിക്ക് ഈ കുടുംബത്തിനും നീ നൽകിയ ഈ നേട്ടം, അതിന് എന്റെ ജീവൻ പോലും ഇനി നീ എടുത്താലും എനിക്കതിൽ യാതൊരു പരിഭവമില്ല എന്ന് ഭഗവാനോട്, ഇതിന് പകരമായി എന്റെ ജീവൻ തന്നാൽ പോലും മതിയാവില്ല ഭഗവാനെ എന്നൊക്കെ ശാരദാമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്താതെ എന്നും ഈ കാരുണ്യവും കടാക്ഷവും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി കുടുംബശ്രീയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ശങ്കരേട്ടൻ വീണ്ടും എനിക്കൊരു സംശയമുണ്ട് മാഷെ എന്ന് ചോദിച്ചു. എന്താ ശങ്കരന്റെ സംശയങ്ങളൊന്നും തീർന്നില്ലേ എന്ന് കുറുപ്പമാഷ് അന്വേഷിച്ചതും കുറുപ്പമാഷിനോട് ശങ്കരേട്ടൻ ചോദിച്ചു. അല്ല, ശാലിനി കുഞ്ഞ് ഇനി കളക്ടറുടെ ബംഗ്ലാവിലായിരിക്കില്ലേ കഴിയുക, അതാ ചോദിച്ചത്. ഇനിയിപ്പോ ഈ കുടുംബശ്രീ ഹോട്ടല് ഇനിയിപ്പോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ കുറുപ്പമാഷ് പറഞ്ഞു, അല്ല, ശാലിനി കുഞ്ഞ് എവിടെയാ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ കുടുംബശ്രീ ഹോട്ടൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചതും ശങ്കരേട്ടൻ പറഞ്ഞു, അല്ല, കളക്ടർ താമസിക്കുന്ന അവിടെ ഇതുപോലെ ഇങ്ങനെ ഹോട്ടലൊക്കെ നടത്താൻ കളക്ടർ സമ്മതിക്കുവോ എന്നാ ചോദിച്ചത് എന്ന് ശങ്കരേട്ടൻ പറഞ്ഞത്. ഉടനെ ശാന്തേച്ചി പറഞ്ഞു, അയ്യോ എന്റെ ശങ്കരേട്ട, ബാക്കിയുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ ഇതല്ലേ, ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ, ഈ ഹോട്ടൽ ഉള്ളത് കൊണ്ടാ ഞാൻ ജീവിച്ചു പോകുന്നത് എന്ന് ശാന്തേച്ചി മറുപടി നൽകി. അപ്പോഴേക്കും കുറുപ്പമാഷ് പറഞ്ഞു, എടോ ശങ്കരോ, ഈ കുടുംബശ്രീ ഹോട്ടൽ കൊണ്ടാണ് ശാലിനി ഇന്ന് ഈ നേട്ടം കൈവരിച്ചത്. ഈ കുടുംബശ്രീ ഹോട്ടലിന്റെ ഐശ്വര്യം കൊണ്ടും ഈ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം കൊണ്ടുമാണ് ശാലിനി പഠിച്ച് ഇന്നത്തെ ഈ കളക്ടർ പദവിയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കുന്നവളല്ല ശാലിനി എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുമ്പോൾ ഉടനെ കളക്ടറുടെ വണ്ടി എവിടേക്ക് വരുന്നത് കണ്ടു. ഉടനെ ശാലിനിയാണെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും നോക്കുമ്പോൾ ശാന്തേച്ചി പറഞ്ഞു, ആ അത് ശാലിനി മോള് തന്നെയാ, ജില്ലാ കളക്ടർ എന്നുള്ള ബോർഡ് ഉണ്ട് എന്ന് അറിയിച്ചു. അതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടെ ശാലിനിയെ സ്വീകരിക്കാനായി ശാരദാമ്മയുടെ വീട്ടുപിടിക്കൽ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി ശാലിനിയുടെ ഡോറ് തുറന്നു കൊടുത്തു. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ ഉടനെ തന്നെ ശങ്കരേട്ടൻ അവിടെ വെച്ചിരുന്ന ആ പടക്കത്തിന് തീ കൊളുത്തി. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് ശാരദാമ്മ വേഗം പുറത്തേക്ക് ഓടിയെത്തി. ശാരദാമ്മ എന്താണെന്നറിയാതെ അതിശയത്തോടെ നോക്കുമ്പോൾ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ശാരദാമ്മ കണ്ടു. അപ്പോഴേക്കും പിന്നാലെ ശാരികയും ശാരദാമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. ശാലിനിയെ കാണാനായി ശാരികയും അവിടേക്ക് വന്നു. ശാരികയും ശാരദാമ്മയും സന്തോഷത്തോടെ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു. രണ്ടുപേരും കൂടി ശാലിനിയുടെ അരികിലേക്ക് വന്നതും ശാലിനി കളക്ടറുടെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ശാരദാമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ അരികിലേക്ക് ചെന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മകളെ ചേർത്ത് പിടിച്ച് സന്തോഷാശ്രു പൊഴിച്ചുകൊണ്ട് അങ്ങനെ ശാരദാമ്മ നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ കണ്ടതിന്റെ സന്തോഷത്തിൽ ശാലിനിയും കരയുന്നു. അപ്പോഴേക്കും ശാരദാമ്മ ശാലിനിയെ അടിമുടിയൊന്ന് നോക്കി. മോളെ, നീ ആകെ മാറിപ്പോയിന്ന് തോന്നുന്നു, ഒരുപാട് വളർന്നതുപോലെ എന്റെ മോള്, ഈ അമ്മയെക്കാളും വളർന്നതുപോലെ, അമ്മയെക്കാളും പക്വതയും പാകവും ഒക്കെ വന്നതുപോലെ എന്ന് ശാലിനിയെ നോക്കി ശാരദാമ്മ പറയുമ്പോൾ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, 6 വർഷത്തെ മാറ്റമില്ലേ അമ്മേ എന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു. അത് ശരിയാണെന്ന് ശാരദാമ്മ തല കുലുക്കുമ്പോ എന്റെ ശാലിനി മോള് മാറിയതുപോലെന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു, അമ്മയുടെ ആ പഴയ ശാലിനി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. പുറമെ കാണുന്നത് വെറും ഒരു ആവരണം മാത്രമാണ്. ഈ പുറമെയുള്ള ഈ ആവരണം മാറ്റി ആ പഴയ ശാലിനിയെ തൽക്കാലം പുറത്തെടുക്കാൻ കഴിയില്ലമ്മേ എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു. പുറത്തിറക്കാൻ വയ്യ എന്ന് ശാലിനി പറയുമ്പോ ശാരദാമ്മ ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ മകളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് തൊട്ടരികിൽ നിന്ന് ശാരികയെ ശാലിനി കണ്ടത്. ശാരികേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശാരികയുടെ അരികിലേക്ക് ചെന്നതും ശാരിക ശാലിനിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയും അനുജത്തിയും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ചതിന് ശേഷം ശാലിനിക്ക് ഉമ്മ കൊടുക്കുകയും ശാരികേച്ചിയെ കണ്ടതിന്റെ സന്തോഷത്തിൽ ചേച്ചിക്കും ഉമ്മ കൊടുത്തു. രാജീവ് സാറിന് സുഖം തന്നെയല്ലേ എന്ന് ശാലിനി അന്വേഷിച്ചതും സാറ് ജോലിയുടെ ഭാഗമായിട്ട് കാനഡയിലേക്ക് പോയിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ അച്ഛനും പിന്നെ അമ്മാവനും അമ്മയും കൂടെയുണ്ട് എന്ന് ശാരിക മറുപടി നൽകി. പിന്നീട് അരികിൽ നിന്ന് ശാന്തേച്ചിയെ കണ്ട് ശാലിനി ശാന്തേച്ചി എന്ന് വിളിച്ച് പരിചയം പുതുക്കി. ഉടനെ തന്നെ ശാരദാമ്മ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി മോളെ, കുറുപ്പുമാഷ് നീ ശരിക്കും
മാഷിനെയാണ് വന്നപ്പോ തന്നെ കാണേണ്ടിയിരുന്നതും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങേണ്ടിയിരുന്നത്. മാഷില്ലായിരുന്നെങ്കിൽ മോൾക്ക് ഇന്നിങ്ങനെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും കുറുപ്പ് മാഷ് പറഞ്ഞു, അങ്ങനെയല്ല ശാരദാമ്മേ. അപ്പോഴേക്കും ശാലിനി കുറുപ്പ് മാഷിനരികിൽ ചെന്ന് തൊഴു കൈകളോടെ നിന്നു. ഉടനെ കുറുപ്പ് മാഷ് പറഞ്ഞു, ഞാൻ ഇതിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അധ്യാപകർക്ക് അതിന് മാത്രമേ കഴിയൂ. എന്നാൽ അധ്യാപകർക്ക് ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ല. എന്നാൽ ഒരമ്മയ്ക്ക് നല്ലൊരു അധ്യാപികയാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശാരദാമ്മയേക്കാൾ നല്ലൊരു അധ്യാപിക വേറെ ഇല്ലല്ലോ. ശാരദാമ്മയുടെ ജീവിതം തന്നെ വലിയൊരു പാഠമല്ലേ എന്ന് കുറുപ്പ് മാഷ് പറഞ്ഞു. ശാരദാമ്മയുടെ ഇത്രയും നാളത്തെ ആ പ്രയത്നവും ആഗ്രഹവുമാണ് ഇന്ന് ശാലിനി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, അതേ മാഷേ, ഈ 25 വർഷക്കാലം എന്തെല്ലാം കാറും കോളും എത്രയൊക്കെ കൊടുങ്കാറ്റുകൾ വന്ന് ആഞ്ഞടിച്ചു. എന്നിട്ടും ഈ കുടുംബശ്രീ അതിലൊന്നും ആടി ഉലഞ്ഞു പോകാതെ പിടിച്ചു നിന്നു. ഇനിയിപ്പോ ഈ കുടുംബശ്രീക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു. ഇനി ശാരദ പോലും ഇല്ലാതായാലും സന്തോഷമേ ഉള്ളൂ എന്ന് ശാരദാമ്മ അറിയിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, അമ്മ എന്താ ഈ പറയുന്നത്? അശുഭകരമായ കാര്യങ്ങളൊന്നും പറയല്ലേ എന്ന് ശാലിനി പറയുമ്പോൾ കുറുപ്പ് മാഷ് പറഞ്ഞു, അങ്ങനെയല്ല മോളെ ശാരദാമ്മേ, ഇനി ശാരദാമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ കുടുംബശ്രീക്കെന്നല്ല, ഈ നാടിന് പോലും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും സുരക്ഷിതമായ കൈകളിലാണ് ഈ ജില്ലയും ഈ കുടുംബശ്രീയും വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാലിനി മോളുടെ കൈകളിൽ ഈ ജില്ലയും നമ്മുടെ നാടും സുഭദ്രമാണ് എന്ന് പറയുമ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു, അത് സത്യം തന്നെയാ. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും ഇനി സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഉടനെ ശാരദാമ്മയുടെ വാക്ക് കേട്ട് ശാലിനി വിഷമത്തോടെ പറഞ്ഞത് കേട്ട് കുറുപ്പ് മാഷ് പറഞ്ഞു, അതെ ശാരദാമ്മ അങ്ങനെയല്ല മോളെ പറഞ്ഞത്. പഴയ തലമുറയെക്കാളും കൂടുതൽ ചെയ്യാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നാടിനെ സേവിക്കാനും ഈ പുതിയ തലമുറയ്ക്ക് കഴിയും. അതാ ശാരദാമ്മ പറഞ്ഞത് എന്ന് കുറുപ്പ് മാഷ് അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ ശാരദാമ്മ ചോദിച്ചു, അല്ലടി മോളെ, അവളെവിടെ, കുഞ്ഞെന്തിയെ എന്ന് ശാരദാമ്മ അന്വേഷിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, അമ്മേ, ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് പിന്നെ തുടർച്ചയായിട്ടുള്ള യാത്രകളുമല്ലായിരുന്നോ, അതുകൊണ്ട് അവളെ ഞാൻ ഗസ്റ്റ് ഹൗസിലാക്കിയിട്ടാണ് ജോയിൻ ചെയ്യാൻ ചാർജ് എടുക്കാനായി പോയത്, കളക്ടറേറ്റിലേക്ക് പോയത് എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ശാരദാമ്മ ആകെ നിരാശയോടെ ചോദിച്ചു, അപ്പോ നീ മോളെ കൊണ്ടുവന്നില്ലേ എന്ന് ശാരദാമ്മ സങ്കടത്തോടെ ചോദിച്ചതും കൊണ്ടുവന്നമ്മേ എന്ന് ശാലിനി മറുപടി നൽകി. അവൾ ഇത്രയും ദൂരം യാത്രയായതുകൊണ്ട് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ചു നേരം കാറിൽ ഇരുന്നോട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു. ശാരദാമ്മ വേഗം കാറിലേക്ക് വളരെ ആകാംക്ഷയോടെ ശാരദാമ്മയും ശാന്തേച്ചിയും ശാരികയും ഒക്കെ നോക്കി. അപ്പോഴേക്കും ശാലിനി വേഗം കാറിനരികിലേക്ക് ചെന്നിട്ട് ഡോറ് തുറന്നിട്ട് വിളിച്ചു, മോളെ സത്യഭാമയെ. ആ വിളി കേട്ടതും എല്ലാവരും അതിശയത്തോടെ ശാലിനി അങ്ങനെ ഒരു പേരിട്ടത് കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ ശാലിനിയുടെ മോളെ കാണാനായി കാത്തു നിൽക്കുമ്പോ ശാലിനി വിളിച്ചത് കേട്ട് സത്യഭാമ വേഗം കാറിന്റെ ഡോറിൽ കൈവച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ച കാണാനായി മകളെ 6 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച അന്ന് കണ്ടതല്ലാതെ പിന്നീട് ഈ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ പേരക്കുട്ടിയെ കാണുന്നതിന്റെ ആകാംക്ഷയിലും സന്തോഷത്തിലും ശാരദാമ്മ ആ കാറിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു.